നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡംപിങ് സിൻഡ്രോമിനെ പറ്റിയാണ് സംസാരിച്ചത്. ഈ വീഡിയോയിൽ നമ്മൾ ഡംപിങ് സിൻഡ്രോമിനെ പറ്റി തന്നെ ഡീറ്റെയിൽ ആയിട്ട് അറിയേണ്ട ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. നമ്മൾ ഡംപിങ് സിൻഡ്രോം ഉണ്ടാകുന്നത് സാധാരണ ഗ്യാസ്ട്രിക് റിസഷൻ കഴിഞ്ഞിട്ടുള്ള പേഷ്യൻസിനാണ് നമ്മൾ പറഞ്ഞു. അപ്പം ഗ്യാസ്ട്രിക് റിസഷൻ സാധാരണ ചെയ്യുന്നത് പെപ്റ്റിക് അൾസർ പോലുള്ള സിറ്റുവേഷനിൽ നമ്മൾ സർജിക്കൽ മാനേജ്മെൻ്റ് ആയിട്ടാണ് നമ്മൾ ഗ്യാസ്ട്രിക് റിസഷൻ ചെയ്യാറ്. വേറെ ഒരുപാട് സിറ്റുവേഷൻ ഉണ്ട് ഗ്യാസ്ട്രിക് റിസഷൻ ചെയ്യുന്നത്. ഞാനൊരു എക്സാമ്പിൾ മാത്രമായിട്ട് നിങ്ങളോട് പറയുന്നത്. അപ്പം ഗ്യാസ്ട്രിക് റിസഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റൊമക്കിൻ്റെ ഒരു പോർഷൻ റിമൂവ് ചെയ്ത് സ്മോൾ ഇൻറ്റസ്റ്റൈൻ റിമൈനിങ് പോർഷനിലേക്ക് കണക്ട് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഗ്യാസ്ട്രിക് റിസഷൻ എന്ന് സിമ്പിളായിട്ട് പറയുന്നത്. ഓക്കെ, ഇങ്ങനെ ഗ്യാസ്ട്രിക് റിസഷൻ കഴിഞ്ഞ പേഷ്യൻസിന് ഫുഡ് കഴിച്ച് കഴിയുമ്പോൾ ഉണ്ടായേക്കാവുന്ന ഒരു പ്രോബ്ലമാണ് ഡംപിങ് സിൻഡ്രോം. ഡംപിങ് സിൻഡ്രോം ഉള്ള പേഷ്യൻ്റ് ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ വിത്തിൻ 10 to 30 മിനിറ്റ്സിൽ അത് സ്റ്റൊമക്കിൽ നിന്ന് സ്മോൾ ഇൻറ്റസ്റ്റൈനിലേക്ക് എംപ്റ്റി ചെയ്യപ്പെടും. അപ്പം ഇങ്ങനെയുള്ള പേഷ്യൻസിൻ്റെ ഫുഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമ്മുടെ സ്റ്റൊമക്കിൽ വരുന്നു. അതായത് സ്റ്റൊമക്കിൽ എന്തൊക്കെ ഉണ്ടാവുക? ഫ്ലൂയിഡ്, കാർബോഹൈഡ്രേറ്റ്, ബാക്കിയുള്ള പ്രോട്ടീൻസ്, മിനറൽസ്, ഫാറ്റ് എല്ലാം ഉള്ള ഫുഡായിരിക്കും. ഈ പേഷ്യൻ്റെ സ്റ്റൊമക്കിൻ്റെ സൈസ് വളരെ കുറവായതുകൊണ്ട് ഇതെന്ത് ചെയ്യും? ഇതിൽ ഈ പാർട്ടിക്കിൾസിൻ്റെ എമൗണ്ട് കൂടുതലായതുകൊണ്ടും ഇത് പെട്ടെന്ന് സ്മോൾ ഇൻറ്റസ്റ്റൈനിലേക്ക് ഇത് ഡംപ് ചെയ്യപ്പെടും അല്ലെങ്കിൽ എംപ്റ്റി ചെയ്യപ്പെടും. ഇപ്പോൾ എന്താണ്? സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ ലാർജ് എമൗണ്ട് ഓഫ് ഫുഡ് വന്ന് കിടക്കുകയാണ്. അപ്പം ഈ ഒരു പോർഷനിലെ ഫുഡ് പാർട്ടിക്കിളിൻ്റെ കോൺസെൻട്രേഷൻ കൂടുതലാണ്. അപ്പോൾ എന്താ ചെയ്യപ്പെടും? ബ്ലഡ് വെസൽസിൽ നിന്നുള്ള ഫ്ലൂയിഡ്സ് ഈ ഒരു പോർഷനിലേക്ക് അബ്സോർവ് ചെയ്യപ്പെടും. അതുകൊണ്ട് തന്നെ പേഷ്യൻറ്റിന് ഈ ഒരു സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെ ഒരു പോർഷന് എൻലാർജ് ചെയ്യപ്പെടുകയും പേഷ്യൻറ്റിന് ക്രാമ്പിങ്, പെയിന്, നോസിയ, വോമിറ്റിംഗ് ഇതെല്ലാം ഉണ്ടാവും. നമ്മൾ ഈ ഫ്ലൂയിഡ് എവിടെ നിന്നാണ് പോകുന്നത്? ബ്ലഡ് വെസൽസിൽ നിന്നാണ് പോകുന്നത്. അപ്പം ബ്ലഡ് വെസൽസിലുള്ള ഫ്ലൂയിഡിൻ്റെ കണ്ടൻറ്റ് കുറയുകയും ഫ്ലൂയിഡിൻ്റെ കണ്ടൻറ്റ് കുറയുമ്പോൾ ഒബിയസ്ലി പേഷ്യൻറ്റിന് എന്ത് സംഭവിക്കും? ഹൈപ്പോ ടെൻഷൻ ഉണ്ടാവും. പേഷ്യൻറ്റിൻ്റെ ബ്ലഡ് വെസൽസിൽ നിന്നുള്ള ഫ്ലൂയിഡ് സ്മോൾ ഇൻറ്റസ്റ്റൈനിലേക്ക് അബ്സോർവ് ചെയ്യപ്പെടുമ്പോൾ പേഷ്യൻറ്റിന് ഹൈപ്പോ ടെൻഷൻ ഉണ്ടാകും. ഹൈപ്പോ ടെൻഷൻ ഉണ്ടാകുമ്പോൾ അതിനെ മാനേജ് ചെയ്യാൻ വേണ്ടി പേഷ്യൻറ്റിൻ്റെ ഹാർട്ട് റേറ്റ് ഇൻക്രീസ് ചെയ്യപ്പെടും. ഡംപിങ് സിൻഡ്രോം വരുന്ന പേഷ്യൻറ്റ് എന്തൊക്കെ പ്രതീക്ഷിക്കാം? നോസിയ, വോമിറ്റിംഗ്, അബ്ഡോമിനൽ ക്രാമ്പിംഗ്, ഹൈപ്പോ ടെൻഷൻ ആൻഡ് ടെക്കിക്കാർഡിയ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ വേറൊരു സിറ്റുവേഷൻ ഇതേ സെയിം സമയത്ത് ഉണ്ടാകുന്നുണ്ട്. അതായത് സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ ഈ ഒരു പോർഷനിൽ നമ്മൾ കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് കൂടുതൽ, അതായത് ഷുഗറിൻ്റെ കണ്ടൻറ്റ് കൂടുതലാണെങ്കിൽ സ്വാഭാവികമായിട്ടും സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ നിന്ന് കാർബോഹൈഡ്രേറ്റ് അല്ലെങ്കിൽ ഷുഗർ ഫോംസ് അബ്സോർവ് ചെയ്യപ്പെടും, ബ്ലഡിലേക്ക് അബ്സോർവ് ചെയ്യപ്പെടും. അങ്ങനെ അബ്സോർവ് ചെയ്യപ്പെടുമ്പോൾ സാധാരണ രീതിയിൽ പാൻക്രിയാസ് ഇൻസുലിന് റിലീസ് കൂട്ടും ഈ ഷുഗറിനെ ഡൈജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം എന്തായും? ഷുഗറിനെ മാസീവായിട്ട് ഇൻസുലിൻ ഡൈജസ്റ്റ് ചെയ്യും. ചില സമയങ്ങളിൽ പാൻക്രിയാസ് ഓവർ റിയാക്റ്റഡ് ആയിട്ട് ഒരുപാട് മാക്സിമം എമൗണ്ട് ഓഫ് ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യും. ഹൈപ്പോഗ്ലൈസീമിയയിലേക്ക് പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പം നമ്മൾ ഈ ഡംപിങ് സിൻഡ്രോം ഉള്ള പേഷ്യൻസിന് ഹൈപ്പോഗ്ലൈസീമിയയുടെ സിംറ്റംസ് നമ്മൾ എക്സ്പെക്ട് ചെയ്യണം. എന്തൊക്കെയാണ്? വീക്ക്നെസ് ഉണ്ടാവാം, സ്വെറ്റിംഗ് ഉണ്ടാവാം, കൺഫ്യൂഷൻ ഉണ്ടാവാം. ഇതൊക്കെ ഹൈപ്പോഗ്ലൈസീമിയയ്ക്ക് ഭാഗമായിട്ട് വരുന്ന ഒരു സൈൻസ് ആൻഡ് സിംറ്റംസാണ്. ഇതൊക്കെ നമുക്ക് ഇവരിലും കാണാവുന്നതാണ്. ഇനി ഡംപിങ് സിൻഡ്രോമിനെ പറ്റി പറയുമ്പോൾ അതിൻ്റെ മാനേജ്മെൻറ്റ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ അറിഞ്ഞിരിക്കുന്നത്. നമ്മൾ ഡംപിങ് സിൻഡ്രോം എന്താണെന്ന് അറിഞ്ഞു, ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, മീൻസ് സൈൻസ് ആൻഡ് സിംറ്റംസ് എന്താണെന്നൊക്കെ നമ്മൾ അറിഞ്ഞു. ഇനി അടുത്തത് അതിനെ പറ്റി സംസാരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മാനേജ്മെൻറ്റ് എങ്ങനെയാണ്. ഡംപിങ് സിൻഡ്രോം വരുന്ന പേഷ്യൻസിന് നമ്മൾ എന്ത് ചെയ്യുന്നു? സ്റ്റൊമക്കിൻ്റെ ആ ഒരു വോളിയം കുറവായതുകൊണ്ട് തന്നെ പേഷ്യൻറ്റിന് നമ്മൾ ഫുഡ് കഴിച്ച് വിത്തിൻ 30 മിനിറ്റ്സിലേക്ക് നമ്മൾ ലൈ ഡൗൺ പൊസിഷനായിരിക്കും നമ്മൾ പേഷ്യൻസിന് കൊടുക്കേണ്ടത്. പേഷ്യൻറ്റിന് കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ട കാര്യങ്ങൾ, അതായത് ഫ്ലൂയിഡ്, ഷുഗർ കണ്ടൻറ്റ്, അതുപോലെ സോൾട്ട്, ഈ കാര്യങ്ങളെല്ലാം നമ്മൾ അവോയ്ഡ് ചെയ്യണം. അതുപോലെ തന്നെ മിൽക്ക് നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഫുഡ് എന്തൊക്കെയാണ്? ഹൈ പ്രോട്ടീൻ, ഹൈ ഫാറ്റ്, ഫൈബർ റിച്ച് ഫുഡ്, ഈ വക കാര്യങ്ങളെല്ലാം നമുക്ക് പേഷ്യൻസിന് കൊടുക്കാം. പേഷ്യൻറ്റിൻ്റെ ഫുഡിൻ്റെ ക്വാണ്ടിറ്റി, അതായത് 3 ഫുൾ മീലിന് പകരം 5 to 6 സ്മോൾ മീലായിരിക്കും നമ്മൾ പേഷ്യൻറ്റിന് പ്രൊവൈഡ് ചെയ്യേണ്ടത്. ഫ്ലൂയിഡിനെ പറ്റി നമ്മൾ സംസാരിക്കുമ്പം നമ്മൾ പേഷ്യൻറ്റിന് ഫ്ലൂയിഡ് ലിമിറ്റേഷൻ ചെയ്യണം. അതായത് നമ്മൾ ഫുഡ് കഴിക്കുന്നതിന് 1 മണിക്കൂർ മുമ്പായിരിക്കണം പേഷ്യൻറ്റിന് ഫ്ലൂയിഡ് കൊടുക്കാൻ പാടുള്ളൂ. പിന്നെയുള്ള 1 മണിക്കൂർ നേരം നമ്മൾ ഫ്ലൂയിഡ് കൊടുക്കാൻ പാടില്ല. അതായത് ഇൻ ബിറ്റ്വീൻ മീൽസിനിടയ്ക്കുള്ള ഫ്ലൂയിഡ് അവോയ്ഡ് ചെയ്യുക, മാക്സിമം തന്നെ അവോയ്ഡ് ചെയ്യുക.
അത് കഴിഞ്ഞ് പേഷ്യൻ്റ് ഫുഡ് കഴിച്ചാൽ ഫോർ എ 30 minutes നമ്മൾ പേഷ്യൻറ്റിന് ഫ്ലൂയിഡ് കൊടുക്കാതിരിക്കുക. ഇതാണ് ഫ്ലൂയിഡിലുണ്ടാകുന്ന ചെയ്യേണ്ട ലിമിറ്റേഷൻ. ഫുഡിൽ വരുത്തേണ്ട മാറ്റങ്ങൾ എന്താണെന്ന് വെച്ചാൽ സിമ്പിൾ കാർബോഹൈഡ്രേറ്റിന് പകരം കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ് ആയിരിക്കണം നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അപ്പം നമ്മളുടെ ഷുഗർ അബ്സോർപ്ഷൻ വളരെ കുറയും. ഷുഗർ അബ്സോർപ്ഷന് ടൈം വേണം, കുറയും എന്നല്ല, ടൈം എടുക്കും. അപ്പം നമുക്ക് സ്റ്റൊമക്കിലേക്ക് അല്ലെങ്കിൽ ഇൻറ്റസ്റ്റൈനിലേക്ക് അബ്സോർവ് ചെയ്യുന്ന ഫ്ലൂയിഡിൻ്റെ ക്വാണ്ടിറ്റി കുറയും. ഓക്കെ, ഇനി വരേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞ പേഷ്യൻറ്റിന് ഫോർ 30 minutes നമുക്ക് ലേ ഡൗൺ പൊസിഷനായിരിക്കും കൊടുക്കേണ്ടത്. നമ്മൾ ഫ്ലൂയിഡിന് ലിമിറ്റേഷൻ ചെയ്യണം. അതുപോലെ ഫുഡ് കാർബോഹൈഡ്രേറ്റ്, സിമ്പിൾ കാർബോഹൈഡ്രേറ്റ് പകരം കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ് ആയിരിക്കണം യൂസ് ചെയ്യേണ്ടത്. ഹൈ പ്രോട്ടീൻ, ഹൈ ഫാറ്റ്, ഫൈബർ റിച്ച് കണ്ടൻ്റ് ആയിട്ടുള്ള ഫുഡായിരിക്കണം നമ്മൾ കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്ട്സ് അവോയ്ഡ് ചെയ്യുക. മിൽക്ക് അവോയ്ഡ് ചെയ്യാൻ 2 കാരണങ്ങളുണ്ട്. ഒന്ന്, മിൽക്കിൻ്റെ 82% വാട്ടറാണ്, ഫ്ലൂയിഡാണ്. ഫ്ലൂയിഡിൻ്റെ ഇൻക്രീസ് മീൻസ് വോളിയം സ്റ്റൊമക് കണ്ടൻറ്റ് കൂടുമ്പോൾ ഡംപിങ്ങിനുള്ള എംറ്റിങ്ങിനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് മിൽക്കിൽ 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഫ്ലൂയിഡിൻ്റെ കണ്ടൻറ്റ് കൂടുതലാണ്. അടുത്തതെന്ന് പറഞ്ഞാൽ മിൽക്കിലുള്ളത് ലാക്ടോസ്, സിമ്പിൾ കാർബോഹൈഡ്രേറ്റ് ഫോമാണ്. അപ്പം ഇതുകൊണ്ട് നമ്മൾ മിൽക്കിൻ്റെ പ്രൊഡക്ട്സും നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ അവോയ്ഡ് ചെയ്യണം. എൻക്ലേസിന് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർക്ക് സാധാരണ വരുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ അത് ഒന്നെങ്കിൽ നമ്മുടെ മാനേജ്മെൻ്റ് ആയിരിക്കും, അല്ലെങ്കിൽ അവോയ്ഡ് ചെയ്യേണ്ട ഫുഡ്, അല്ലെങ്കിൽ കൊടുക്കേണ്ട ഫുഡ്. ഈ 3 രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും സാധാരണ അപ്പിയർ ചെയ്യുമ്പോൾ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരിക. അപ്പം നമ്മൾ ക്വസ്റ്റ്യന് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡംപിങ് സിൻഡ്രോമിനെ പറ്റിയാണ് നമ്മൾക്ക് ഒരു ക്വസ്റ്റ്യൻ കിട്ടുന്നതെങ്കിൽ അതിൽ നമുക്ക് ആ ക്വസ്റ്റ്യനിൽ തന്നെ നമുക്ക് കുറച്ച് ക്ലൂസ് ഉണ്ടായിരിക്കും. ഒന്നെങ്കിൽ അതിൻ്റെ സൈൻസ് ആൻഡ് സിംറ്റംസ്, അതായത് ഗ്യാസ്ട്രിക് റിസഷൻ അല്ലെങ്കിൽ ഗ്യാസ്ട്രിക് സർജറി കഴിഞ്ഞ പേഷ്യൻറ്റിന് ഈ തരത്തിലുള്ള സൈൻസ് ആൻഡ് സിംറ്റംസ് ഉണ്ട്, അതിൻ്റെ മാനേജ്മെൻറ്റ് എന്തായിരിക്കും. അല്ലെങ്കിൽ അതായത് പേഷ്യൻ്റ് ഗ്യാസ്ട്രിക് റിസഷൻ കഴിഞ്ഞ പേഷ്യൻ്റാണ്, ഡംപിങ് സിൻഡ്രോം എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്, ഈ പേഷ്യൻറ്റിന് കൊടുക്കേണ്ട ഡയറ്റ് എന്തായിരിക്കും. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങൾക്ക് വരുന്നത്. അല്ലാതെ നിങ്ങൾ ഡംപിങ് സിൻഡ്രോമിനെ പറ്റി ഫുള്ളി പഠിച്ചെടുക്കേണ്ട കാര്യമില്ല. ഫുള്ളി അതിൻ്റെ ഡെഫിനിഷൻ, അതിൻ്റെ സയൻസ് ആൻഡ് സിംറ്റംസ്, അതിൻ്റെ പാത്തോഫിസിയോളജി, ഇതൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും എൻക്ലെക്സ് എക്സാമിലേക്ക് വരുമ്പം. അത് നിങ്ങളിൽ നിന്ന് എന്താണ് എക്സ്പെക്ട് ചെയ്യുന്ന ആ ഒരു കാര്യങ്ങൾ മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി.